കോൺഗ്രസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസിനെ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിൽ തിരിച്ചെടുക്കും. ഇതിന്റെ ഭാഗമായി ലാലി ജെയിംസ് പാർട്ടിക്ക് മാപ്പ് എഴുതി നൽകി. പാർട്ടിക്കുണ്ടായ അവമതിപ്പിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് ലാലി ജെയിംസ് പറഞ്ഞു. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നിന്നും ലാലി ജെയിംസ് ഒഴിഞ്ഞുമാറി. DCC പ്രസിഡന്റാണ് എന്നെ വിളിപ്പിക്കുന്നത്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ചേച്ചി ഈ സിസ്റ്റം മുന്നോട്ട് പോകണമെങ്കിൽ പണം ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൂടെയും ചോദിച്ചു. എനിക്ക് വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്, പാർട്ടിക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രസിഡന്റ്, എൻ്റെ കയ്യിൽ 10 രൂപ ഇതിനു വേണ്ടി തരാൻ എൻ്റെ കയ്യിലില്ല. താൻ ഉൾപ്പെടെയുള്ള മുതിർന്ന കൗൺസിലർമാരെ തഴഞ്ഞ് ആദ്യ തവണ കോർപ്പറേഷനിലേക്ക് ജയിച്ച ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറാക്കിയതോടെയാണ് ലാലി ജെയിംസ് ഇടഞ്ഞത്. മേയർ പദവി നൽകിയത് പണമിടപാടിന്റെ ഭാഗമായാണെന്നും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ടെന്നും ലാലി ആരോപിച്ചിരുന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്നോട് പണം ആവശ്യപ്പെട്ടുവെന്നും ലാലി ആരോപിച്ചു. ഇതിന് പിറകെ ലാലിയെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. തൃശൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് അടുത്തിരിക്കെ ലാലി ജെയിംസ് ഉൾപ്പെടെ അതൃപ്തിയുള്ള നേതാക്കളെ കൂടെ നിർത്താനാണ് പാർട്ടിയുടെ ശ്രമം. 2 മാസം 3 മാസം സസ്പെൻഷനിലായിരുന്ന ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ അന്നത്തെ പ്രസ്താവന മൂലം ഏതെങ്കിലും നേതാക്കൾക്ക് അല്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ അവമതിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാൻ ലാലി ജെയിംസ് തയ്യാറായില്ല. തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായ രാജൻ പല്ലന് വേണ്ടി ലാലി ജെയിംസ് പ്രചാരണവും തുടങ്ങി. പാർട്ടിയിൽ തിരിച്ചെത്തുന്ന ലാലി ജെയിംസിന് ടേം വ്യവസ്ഥയിൽ മേയർ സ്ഥാനം നൽകാനും ആലോചിക്കുന്നുണ്ട്. തൃശൂർ കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇനി എന്തെല്ലാം സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.